പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 അക്കൗണ്ടൻസിയിലെ കഴിഞ്ഞ 3 ചാപ്റ്ററുകൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ആദ്യത്തെ ചാപ്റ്ററിൽ അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകതകളും അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതുകൂടാതെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ ടേംസ്, വാക്കുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെട്ടു. രണ്ടാമത്തെ ചാപ്റ്ററിൽ അക്കൗണ്ടിങ്ങിൻ്റെ വിവിധ റൂൾസ്, ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും ആ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുമ്പോഴും വിവിധ അക്കൗണ്ടിങ് റിപ്പോർട്ടുകളുടെ പ്രിപ്പറേഷനിലുമൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതുപോലെ പ്രാക്ടീസസ് ഉണ്ട്, പോളിസീസ് ഉണ്ട്. ഇതെല്ലാം പരിചയപ്പെട്ടു. മൂന്നാമത്തെ ചാപ്റ്ററിലായിട്ട് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളെ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്ന വിധം, അതിൻ്റെ പ്രാഥമികമായ ഘട്ടം നമ്മൾ പരിചയപ്പെട്ടു. ആദ്യമായിട്ട് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ. എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ആ ബുക്കിനെ പറയുന്ന പേര് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളെ അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് നോക്കി തിരിച്ചറിഞ്ഞ് ആദ്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ. ദെൻ രണ്ടാം ഘട്ട റെക്കോർഡിംഗ് നമ്മൾ നടത്തുന്നത് ലെഡ്ജറിലാണ്. ലെഡ്ജറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത്. ലെഡ്ജറിലാണ് എല്ലാ അക്കൗണ്ടുകളും കാണുന്നത്. ഓരോ അക്കൗണ്ടിൽ നിന്നുമാണ് നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഒരു സമ്മറി നോക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബുക്ക് ജേണൽ, രണ്ടാമത്തെ ബുക്ക് ലെഡ്ജർ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷനെയും ജേണലിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഓക്കെ, അങ്ങനെ ജേണലിൽ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചാൽ ഒരു ചെറിയ പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 10,000-കണക്കിന് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എല്ലാ ട്രാൻസാക്ഷനും ഈ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തുക എന്നത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ അതിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യത്തിൽ, അഥവാ ബിസിനസ് വളർന്നു വന്നാൽ, അല്ലെങ്കിൽ വൻകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഈ ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് ഈ ജേണലിന് വിവിധ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് നടത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താൻ പലതരത്തിലുള്ള ബുക്കുകൾ, പല ജേണൽസ്. അത്തരം ജേണൽസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ദ സൈസ് ഓഫ് ബിസിനസ് ഗ്രോസ് and the number of transactions become very large, it is no longer possible to record all transactions in one journal only. ഒരു ബിസിനസ് വളരുന്നതിനനുസരിച്ച് അതിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണവും വളരെ കൂടുതലായിരിക്കും. ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥാപനത്തിന് ഒരു ജേണലിൽ മാത്രമായി ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് പോസിബിൾ അല്ല. സോ ദ ജേണൽ ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് special journals. These special journals are also known as subsidiary books, special purpose books or day books. അങ്ങനെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വളരെ കൂടുതലാണെങ്കിൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ജേണലുകൾ തയ്യാറാക്കുന്നു, അഥവാ വ്യത്യസ്ത തരത്തിലുള്ള ബുക്കുകൾ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടി സൂക്ഷിക്കുന്നു. അതിന് നമ്മൾ പറയുന്ന പേര് സ്പെഷ്യൽ ജേണൽസ് എന്നാണ്. സ്പെഷ്യൽ ജേണൽസിനെ സബ്സിഡിയറി ബുക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് ബുക്സ്, ഡേ ബുക്സ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റ് സെയിൽസ് മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഓപ്പൺ ചെയ്യാം. സ്ഥാപനത്തിൽ നടക്കുന്ന ക്രെഡിറ്റ് സെയിൽസുകൾ മാത്രം രേഖപ്പെടുത്താനുള്ള ജേണൽ. ദെൻ ക്രെഡിറ്റ് പർച്ചേസ് മാത്രം രേഖപ്പെടുത്താനായി മറ്റൊരു ജേണൽ. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യാനായി ഒരു ബുക്ക് സൂക്ഷിക്കുന്നു. പർച്ചേസ് റിട്ടേൺസിനെ രേഖപ്പെടുത്താൻ, അതായത് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ, വാങ്ങിയ ഗുഡ്സിനെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അത് രേഖപ്പെടുത്താനായി മറ്റൊരു ബുക്ക് കീപ്പ് ചെയ്യുന്നു. അതുപോലെ സെയിൽസ് റിട്ടേൺസ് മാത്രമായിട്ട് രേഖപ്പെടുത്താൻ മറ്റൊരു ജേണൽ കീപ്പ് ചെയ്യുന്നു.
അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താനായി വ്യത്യസ്ത ബുക്കുകൾ, വ്യത്യസ്ത ജേണലുകൾ സൂക്ഷിക്കുകയാണെങ്കിൽ അത്തരം ബുക്കുകളെയാണ് നമ്മൾ സ്പെഷ്യൽ ജേണൽസ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സ് അല്ലെങ്കിൽ ഡേ ബുക്സ് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ജേണൽസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. വ്യത്യസ്ത തരം സ്പെഷ്യൽ ജേണൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ക്യാഷ് ബുക്ക്. എ ക്യാഷ് ബുക്ക് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്. ഓൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു receipts and payments are also recorded in this book. ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ജേണൽ നമ്മൾ തയ്യാറാക്കുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള വാല്യൂ ഓഫ് മണി ട്രാൻസാക്ഷൻ നടക്കുന്ന അതേ സമയം തന്നെ കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ ജേണലിനെയാണ് നമ്മൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. റെസീപ്റ്റും പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ബാങ്ക് വഴിയുള്ള ക്യാഷ് ഇടപാടുകളും ഈ ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ സ്പെഷ്യൽ ജേണലാണ് പർച്ചേസ് ബുക്ക്. എ പർച്ചേസ് ബുക്ക് ഈസ് ഓപ്പൺ ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ധാരാളം ക്രെഡിറ്റ് പർച്ചേസുകൾ നടക്കും. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ മറ്റു സപ്ലയേഴ്സിൽ നിന്ന് കടമായി സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ജേണലാണ്, സ്പെഷ്യൽ ജേണലാണ് പർച്ചേസ് ബുക്ക് ഓർ പർച്ചേസസ് ഡേ ബുക്ക് എന്നും ഇതിനെ പറയാറുണ്ട്. ദെൻ സെയിൽസ് ബുക്ക് ഓർ സെയിൽസ് ഡേ ബുക്ക് എന്നുകൂടി പറയാറുണ്ട്. എ സെയിൽസ് ബുക്ക് ഈസ് ഓപ്പൺ ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്രെഡിറ്റിൽ നടക്കുന്ന സെയിൽസ് ഇടപാടുകളെ രേഖപ്പെടുത്താനുള്ള സ്പെഷ്യൽ ജേണലാണ് സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്. ദെൻ പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. പർച്ചേസ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ മറ്റു സപ്ലയേഴ്സിൽ നിന്നും കടത്തിന് അല്ലെങ്കിൽ ക്യാഷിന് വാങ്ങിച്ചിട്ടുള്ള ഗുഡ്സിനെ അതിലൊരു പാർട്ട് എന്തെങ്കിലും കാരണവശാൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ, വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്നും പറയാറുണ്ട്. റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെ തിരിച്ചു കൊടുക്കുക, സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കുക. അത്തരം റിട്ടേൺസിനെ റെക്കോർഡ് ചെയ്യാനുള്ള സ്പെഷ്യൽ ജേണലാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഓർ റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക്. ദ നെക്സ്റ്റ് സ്പെഷ്യൽ ജേണലാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ സാധനങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും സെയിൽ നടത്തിയ ഗുഡ്സിൽ ഒരു ഭാഗം പല കാരണങ്ങൾ കൊണ്ട് തിരിച്ചു വന്നേക്കാം. കസ്റ്റമേഴ്സ് തിരിച്ചേൽപ്പിച്ചേക്കാം. എന്തെങ്കിലും ഡാമേജ് ഉള്ള ഐറ്റം ആവാം, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക്കേഷനിലുള്ള ഐറ്റം അല്ല നമ്മൾ വിറ്റത് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയത് എന്നുള്ള സാഹചര്യത്തിൽ അത് തിരിച്ചു കിട്ടിയേക്കാം. അത്തരം തിരിച്ചു കിട്ടലുകളെ, വിറ്റ സാധനങ്ങൾ തിരിച്ചു വരുന്നത് രേഖപ്പെടുത്താനുള്ള സ്പെഷ്യൽ ജേണലാണ് നമ്മൾ റിട്ടേൺ ഇൻവേർഡ്സ് ബുക്ക് അഥവാ സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറയുന്നത്. ദെൻ ജേണൽ പ്രോപ്പർ മീൻസ് നമ്മുടെ ജേണലാണ്. നമ്മൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ക്യാഷ് ബുക്കിലോ പർച്ചേസ് ബുക്കിലോ സെയിൽസ് ബുക്കിലോ അതുപോലെയുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ജേണൽസിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയാത്ത ചില ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം. അത്തരം ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താനുള്ള ജേണലിനെയാണ് നമ്മൾ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ വിച്ച് കനോട്ട് ബി റെക്കോർഡഡ് ഇൻ എനി ഓഫ് ദ എബവ് മെൻഷൻഡ് ബുക്സ്. മറ്റുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ജേണലിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയാത്ത ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താനാണ് ജേണൽ പ്രോപ്പർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മുഴുവൻ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. പർച്ചേസസ് ബുക്കിൽ മുഴുവൻ ക്രെഡിറ്റ് പർച്ചേസും രേഖപ്പെടുത്തും. സെയിൽസ് ബുക്കിൽ എല്ലാ ക്രെഡിറ്റ് സെയിലും രേഖപ്പെടുത്തും. പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ എല്ലാ പർച്ചേസ് റിട്ടേൺസും രേഖപ്പെടുത്തുന്നു. സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ എല്ലാ സെയിൽസ് റിട്ടേൺസും രേഖപ്പെടുത്തുന്നു. ഞാൻ മറ്റൊരു ട്രാൻസാക്ഷൻ പറയാണ്. പർച്ചേസ്ഡ് എ മെഷീനറി ഓൺ ക്രെഡിറ്റ് ഫ്രം മിസ്റ്റർ അനിൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു മെഷീനറി കടമായിട്ട് വാങ്ങിച്ചു. നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഏത് ബുക്കിൽ രേഖപ്പെടുത്തും? കടമായി വാങ്ങിയത് കൊണ്ട് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താൻ കഴിയില്ല.
അല്ലേ? മെഷീൻ കടമായിട്ടാണ് വാങ്ങിച്ചത്. ദെൻ പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്. നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളെയാണ് നമ്മൾ പർച്ചേസ് എന്ന ടൈം കൊണ്ട് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതിലും രേഖപ്പെടുത്താൻ കഴിയില്ല. സെയിൽസ് ബുക്കിൽ കഴിയില്ല, സെയിൽസ് ആണ്. പർച്ചേസ് റിട്ടേൺസും അല്ല, സെയിൽസ് റിട്ടേൺസും അല്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ എവിടെ രേഖപ്പെടുത്തും? ഈ ജേണൽ പ്രോപ്പറിൽ, അഥവാ നമ്മൾ നേരത്തെ പഠിച്ച ജേണലിൽ രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഇത് കൂടാതെയും സ്പെഷ്യൽ ജേണൽസ് ഉണ്ട്. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതുപോലെയുള്ള 6 ഐറ്റത്തെക്കുറിച്ചാണ്. ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം ക്യാഷ് ബുക്കാണ്. നമുക്ക് ക്യാഷ് ബുക്ക് എന്താണെന്ന് നോക്കാം. ക്യാഷ് ബുക്ക്. ദിസ് ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് all transactions relating to cash receipts and cash payments. ഒരു ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ജേണൽ ഓപ്പൺ ചെയ്യുന്നത് എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്, അഥവാ എല്ലാ ക്യാഷ് റെസിപ്റ്റും എല്ലാ ക്യാഷ് പേയ്മെൻറ്റും. ഒരു ബിസിനസ്സിൽ ധാരാളം ക്യാഷ് ഇടപാടുകൾ നടക്കും, അല്ലേ? ഓരോ ദിവസവും കുറേ അധികം ക്യാഷ് ബിസിനസ്സിലേക്ക് വരും. ഓരോ ദിവസവും കുറേ അധികം ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോവും. പല ട്രാൻസാക്ഷനായിട്ട്, പല ഇടപാടുകളായിട്ട് അങ്ങനെ ക്യാഷ് വരികയും പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും രേഖപ്പെടുത്തുന്ന സ്പെഷ്യൽ ജേണലാണ് നമ്മൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്താനുള്ള ഒരു തെളിവെന്ന് പറഞ്ഞ് നമുക്കൊരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാവും. ആ സോഴ്സ് ഡോക്യുമെൻ്റ് നോക്കുന്നു. നേരെ നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യുന്നതിന് പകരം ഈ സ്പെഷ്യൽ ജേണലായിട്ടുള്ള ക്യാഷ് ബുക്കിൽ ആ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നു. ദിസ് ബുക്ക് എനേബിൾസ് എ ബിസിനസ് മാൻ ടു നോ ദ ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ദ ബാങ്ക് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഈ ക്യാഷ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് മാനിന് ഏത് സമയത്തും എത്രയാണ് ക്യാഷ് ഇൻ ഹാൻഡ്, എത്രമാത്രം ക്യാഷ് ബിസിനസ്സിൻ്റെ കയ്യിലുണ്ട്, എത്രമാത്രം ക്യാഷ് ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ബിസിനസ് മാനെ വളരെ എളുപ്പത്തിൽ സഹായിക്കുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ആൾസോ ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഡെയിലി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ഓരോ ദിവസത്തെയും ക്യാഷ് റെസീപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളും എത്രയാണെന്ന കൃത്യമായ വിവരം ബിസിനസ്മാന് ലഭ്യമാക്കുന്ന സ്പെഷ്യൽ പർപ്പസ് ജേണലാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ക്യാഷ് ബുക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ബോത്ത് ജേണൽ ആൻഡ് എ ലെഡ്ജർ. നമ്മൾ പഠിച്ചത് ആദ്യം ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽസിലാണ്. നമ്മൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ജേണലാണ്. ഒരു ക്യാഷ് ബുക്കിൽ ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ലെഡ്ജർ എന്ന് പറയുന്ന മെയിൻ ബുക്കിൽ നമുക്കൊരു ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാഷ് ബുക്ക് പ്രൊവൈഡ്സ് the purpose of a journal and a ledger. When a cash book is maintained, cash account in the ledger is not prepared. Cash book represents the cash account, so it is a subsidiary book as well as the principal book. Cash book cash account-നെ represent ചെയ്യുന്നു. ജേണലും ലെഡ്ജറുമാണ് ജേണൽ ഓർ സ്പെഷ്യൽ ജേണൽ ഓർ സബ്സിഡിയറി ബുക്ക്. അതുകൊണ്ട് നമുക്ക് പറയാം, എ ക്യാഷ് ബുക്ക് ഈസ് എ സബ്സിഡിയറി ബുക്ക് ആസ് വെൽ ആസ് എ പ്രിൻസിപ്പൽ ബുക്ക്. പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലെഡ്ജറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബുക്സ് ഓഫ് അക്കൗണ്ട് ലെഡ്ജറാണ്. ക്യാഷ് ബുക്ക് ഇറ്റ് ഈസ് ബോത്ത് ജേണൽ ആൻഡ് എ ലെഡ്ജർ ഓർ സബ്സിഡിയറി ബുക്ക് ആസ് വെൽ ആസ് എ പ്രിൻസിപ്പൽ ബുക്ക്. ദെൻ ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. പലതരം ക്യാഷ് ബുക്കുകളുണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് 3 തരം ക്യാഷ് ബുക്കുകളെ കുറിച്ചാണ്. ഒന്ന് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, 2 ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് 3 പെറ്റി ക്യാഷ് ബുക്ക്. ഈ 3 തരം ക്യാഷ് ബുക്കുകളെ കുറിച്ചാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഓക്കെ, then ആദ്യമായിട്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. When all receipts and payments are made in cash by a business organization, a single column cash book is prepared. എല്ലാ ഇടപാടുകളും ബൈ ക്യാഷ് ആണ് പേയ്മെൻറ്റോ റെസിപ്റ്റോ നടത്തുന്നതെങ്കിൽ നമുക്ക് ആ സ്ഥാപനം ഓപ്പൺ ചെയ്യുന്ന ക്യാഷ് ബുക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ദ ക്യാഷ് ബുക്ക് കണ്ടെയ്ൻസ് ഓൺലി 1 amount column on each side is called a single column cash book. ഒരു ക്യാഷ് ബുക്കിൻ്റെ 2 സൈഡിലും, 2 സൈഡ് മീൻസ് ക്യാഷ് ബുക്കിന് 2 സൈഡ് ഉണ്ട്, ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും.
രണ്ട് സൈഡിലും ഓരോ എമൗണ്ട് കോളം മാത്രമേ ഉള്ളൂ, അഥവാ ക്യാഷ് കോളം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരം ക്യാഷ് ബുക്കിനെ നമുക്ക് എന്ത് പറയാം? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയാം. ഇവിടെ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സെയിം ഫോർമാറ്റാണ് ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ക്യാഷ് ബുക്ക്? ഡേറ്റ്, റെസീപ്റ്റ്സ്, അതിൻ്റെ പെർട്ടിക്കുലർ കോളം റെസീപ്റ്റ് കോളമാണ്. ദെൻ ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, വീണ്ടും ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് സൈഡാണ്. ദെൻ ലെഡ്ജർ ഫോളിയോ ആൻഡ് എമൗണ്ട്. എങ്ങനെയാണ് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് എന്ന് ഒരു ഇല്ലസ്ട്രേഷൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഇൻ 2020 മാർച്ച്. 2020 മാർച്ച് മാസത്തിൽ നടന്ന കുറച്ച് ട്രാൻസാക്ഷൻസ്, ഒരു ബിസിനസ്സിൻ്റെ കുറച്ച് ഇടപാടുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ നോർമലി ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാദ്യം ജേർണലൈസ് ചെയ്യണം, അഥവാ ജേർണൽ എൻട്രി പാസ് ചെയ്യണം എന്നാണ്. ഇവിടെ നമ്മൾ ജേർണലിലേക്ക് എഴുതുന്നില്ല, പകരം പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ജേർണലായിട്ടുള്ള ക്യാഷ് ബുക്കിലേക്ക് എൻ്റർ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്യാഷ് ബുക്കിൽ എന്തെല്ലാമാണ് രേഖപ്പെടുത്തുന്നത്? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ഇടപാടുകൾ മാത്രം. റെഡി ക്യാഷ് പേയ്മെൻറ്റോ റെഡി ക്യാഷ് റെസിപ്റ്റോ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനായി നമുക്ക് നോക്കാം. 2020 മാർച്ച് 1 കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹20,000. സ്റ്റാർട്ടഡ് ബിസിനസ്, 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ആരംഭിച്ചു. ഇവിടെ ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നോക്കുക. ഡേറ്റ്, റെസീപ്റ്റ്സ്, LF, എമൗണ്ട്, ഡെബിറ്റ് സൈഡ്. ദെൻ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, LF, എമൗണ്ട്, ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ട്രാൻസാക്ഷനായി നോക്കുക. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് 2020 മാർച്ച് 1 ട്രാൻസാക്ഷൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹20,000. ഈ ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിലേക്ക് എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? ഈ ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 അക്കൗണ്ട് നമുക്കറിയാം, ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടുമാണ്. നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ സ്പെഷ്യൽ ജേർണലായിട്ടുള്ള ക്യാഷ് ബുക്കിലേക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസീപ്റ്റ് കോളത്തിൽ ഇവിടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ റെസീപ്റ്റ് കോളത്തിലാണ് ഇതിനെ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ടു ക്യാപിറ്റൽ. നമ്മൾ ജേർണൽ എൻട്രി പഠിച്ച അതേപോലെ തന്നെയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് ബുക്കാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ റെസീപ്റ്റ് സൈഡാണ്. റെസീപ്റ്റിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ഏത് കണക്കിലാണ് വന്നത്? ടു ക്യാപിറ്റൽ ₹20,000. ദെൻ മാർച്ച് 2 ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. സാധനങ്ങൾ വാങ്ങിച്ചു, ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചു. ജേർണൽ എൻട്രി നമുക്കറിയാം, പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ആണ് അല്ലേ? ഇവിടെ ക്യാഷ് ബുക്ക് ഉണ്ട്. നമ്മളിതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അഥവാ പേയ്മെൻറ്റ് സൈഡിൽ മാർച്ച് 2 ബൈ പർച്ചേസസ്. ജേർണൽ എൻട്രീസിനെ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? അതേ സംഭവം തന്നെയാണ്. നമ്മൾ ആ പർട്ടിക്കുലർ എന്ന കോളത്തിന് പകരം പേയ്മെൻ്റ് ആണ്. ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. എഴുതേണ്ടത് ബൈ പർച്ചേസസ്, എമൗണ്ട് ₹5,000. ഓക്കെ, ദെൻ മാർച്ച് 5 നടന്ന ട്രാൻസാക്ഷനാണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മുടെ ബിസിനസ്സിൽ നടന്ന സെയിലാണ്, അത് ക്യാഷ് സെയിലാണ്. ജേർണൽ എൻട്രി നമുക്കറിയാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് അല്ലേ? ഇവിടെ സെയിൽസ് നടക്കുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, അതുകൊണ്ട് ക്യാഷ് റെസീപ്റ്റ് ആണ്. മാർച്ച് 5 ടു സെയിൽസ് ₹4,000. ദെൻ മാർച്ച് 10 ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം രവി. രവിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു. രവിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു. എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു? 10,000 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇത് നമുക്ക് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അല്ലേ? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്. ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ്, റെഡി ക്യാഷ് ഇടപാടുകൾ മാത്രമാണ്. അതുകൊണ്ട്
നമുക്ക് ഈ മാർച്ച് 10 നടന്ന ഈ ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഇത് നമ്മൾ മറ്റൊരു സ്പെഷ്യൽ ജേണലിലാണ് റെക്കോർഡ് ചെയ്യുക. പർച്ചേസസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ജേണലിലാണ് ഈ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത്. ഇവിടെ നമ്മളോട് സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ ക്യാഷ് ബുക്കിലേക്ക് ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ യാതൊരു കാരണവശാലും ഉൾപ്പെടുത്താൻ പാടില്ല. ദെൻ മാർച്ച് 13 പെയ്ഡ് ടു രവി. രവിക്ക് ക്യാഷ് കൊടുത്തു. എത്ര രൂപ കൊടുത്തു? 7000 രൂപ കൊടുത്തു. അപ്പോൾ ക്യാഷ് പേയ്മെൻ്റ് ആണല്ലോ. അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ മാർച്ച് 13 ബൈ രവി എന്ന് പറഞ്ഞിട്ട് 7000 രൂപ രേഖപ്പെടുത്തുന്നു. അത് ആ ജേണൽ എൻട്രി നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ രവി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് ആണ്, അഥവാ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് ബുക്ക് ക്യാഷ് അക്കൗണ്ടിന് തുല്യമായ ഒരു ജേണലാണ്, സ്പെഷ്യൽ ജേണലാണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ജേണൽ എൻട്രി ഈ ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക, ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. റെഡി ക്യാഷിന് കുറേ സാധനങ്ങൾ വിറ്റു. ബിസിനസ്സിന് ക്യാഷ് റെസീപ്റ്റ് ആണ്. അതുകൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ റെസീപ്റ്റ് സൈഡിൽ മാർച്ച് 15 ടു സെയിൽസ് എന്ന് പറഞ്ഞ് 8000 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. മാർച്ച് 18 ക്യാഷ് കൊടുത്ത് നമ്മുടെ ബിസിനസ് കുറച്ച് ഫർണിച്ചർ വാങ്ങിച്ചു. എത്ര രൂപയുടെ ഫർണിച്ചറാണ്? 6000 രൂപയുടെ ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങുക മീൻസ് നമ്മൾ ക്യാഷ് കൊടുത്ത് ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. അപ്പോൾ ഇതിലൊരു ക്യാഷ് പേയ്മെൻറ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിലാണ് എൻട്രി വരേണ്ടത്, അഥവാ ക്യാഷ് ബുക്കിനെ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ ജേണൽ എൻട്രി ഒന്ന് കൂടെ മനസ്സിൽ കാണുക. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്, അവിടെ ബൈ ഫർണിച്ചർ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ മാർച്ച് 18 ബൈ ഫർണിച്ചർ എന്ന് എഴുതി 6000 രൂപ പേയ്മെൻറ്റ് സൈഡിൽ എഴുതുന്നു. ദെൻ മാർച്ച് 20 പെയ്ഡ് വേജസ് കൊടുത്തു, കൂലി കൊടുത്തു. ക്യാഷ് പേയ്മെൻ്റ് ആണല്ലോ. നമ്മൾ മാർച്ച് 20 ബൈ വേജസ് 380 രൂപ. ദെൻ 24 മാർച്ചിന് പെയ്ഡ് റെൻറ്റ് പെയ്ഡ്, വാടക കൊടുത്തു. ക്യാഷ് പേയ്മെൻ്റ് ആണ്. ബൈ റെൻറ്റ് 400 രൂപ. ദെൻ 26 റിസീവ്ഡ് കമ്മീഷൻ കിട്ടിയെന്നാണ്. 600 രൂപ കമ്മീഷൻ കിട്ടി. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഇൻകം ആണ്. അതായത് ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു, ക്യാഷ് റിസീവ്ഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിപ്റ്റ് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. മാർച്ച് 26 റെസിപ്റ്റ് സൈഡിൽ അഥവാ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ 600 രൂപ ടു കമ്മീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാഷ് ബുക്കിനെ ഒന്ന് ബാലൻസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? നമ്മളൊരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സെയിം സിസ്റ്റം തന്നെ. ഇവിടെ ക്യാഷ് ബുക്ക് നമുക്ക് എല്ലായ്പ്പോഴും ഡെബിറ്റ് സൈഡായിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ ആദ്യം ഡെബിറ്റ് സൈഡിനെ ടോട്ടൽ ചെയ്ത് എഴുതുക 32,600 രൂപ. ദെൻ അതിനെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി അതിൻ്റെ ഡിഫറൻസ് ടോട്ടൽ റെസീപ്റ്റ്സ് മൈനസ് ടോട്ടൽ പേയ്മെൻറ്റ്സ് 13,820 രൂപ. എങ്ങനെ 13,820 രൂപ നമുക്ക് കിട്ടിയത്? ടോട്ടൽ റെസീപ്റ്റ്സ് ഈക്വൽ ടു 32,600. ടോട്ടൽ പേയ്മെൻറ്റ്സ് അഥവാ ഇത്രയും ഭാഗത്തിൻ്റെ ടോട്ടൽ 18,780 രൂപയാണ്. റെസീപ്റ്റ്സ് 32,600, പേയ്മെൻറ്റ്സ് 18,750. അപ്പോൾ ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ. നമുക്ക് വന്ന ക്യാഷ് 32,600 ബിസിനസ്സിലേക്ക്. ബിസിനസ്സിൽ നിന്നും പുറത്തു പോയത് പേയ്മെൻറ്റ് നടത്തിയത് 18,750. അപ്പോൾ ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്? 32,600 മൈനസ് 18,780 ഈക്വൽ ടു 13,820. ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഒരു ക്യാഷ് ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡാണ്. ബിസിനസ്സിൻ്റെ കയ്യിൽ ഇത്രയും ക്യാഷുകൾ വന്നു, ഇത്രയും ക്യാഷുകൾ പോയി. ബാലൻസ് ബിസിനസ്സിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു ബൈ ബാലൻസിങ് എ ക്യാഷ് ബുക്ക്. ഏതൊക്കെ സമയത്ത് ബാലൻസ് ചെയ്യണം ഒരു ക്യാഷ് ബുക്ക്? അത് ബിസിനസ്മാൻ്റെ ആവശ്യം അനുസരിച്ച് ഏത് സമയത്തും ബാലൻസ് ചെയ്യാം. എന്തായാലും ക്ലോസിംഗ് ഡേയിൽ നിർബന്ധമായിട്ടും ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്പെഷ്യൽ ജേണൽസ് ഏതൊക്കെയാണ്, അതിൽ ക്യാഷ് ബുക്ക് എന്താണ്,
ക്യാഷ് ബുക്കിലെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ തയ്യാറാക്കാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.